നമ്മളിപ്പോൾ ബസ് കയറിയിട്ട് സാൻകോമോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എത്തിയത്. കുറേ തെരുവിൽ കച്ചവടക്കാരൊക്കെ കാണാം. നോക്കിയൊരു കാറ്, ഇതുപോലത്തെ ഒരുപാട് കാറുകൾ കാണാം കേട്ടോ നമ്മളെ ഈ ഒരു ഏരിയയിൽ. മെക്സിക്കോയിൽ പഴയ കാറുകളും പുതിയ കാറുകളുമായിട്ട് കാറിൻ്റെ നല്ലൊരു ശേഖരം തന്നെ ഉണ്ട് ഇവിടെ മെക്സിക്കോയിൽ. അപ്പോൾ ഇനി നേരെ നമ്മൾ പോകുന്നത് മെട്രോ കയറിയിട്ട് നേരെ മെക്സിക്കോ സിറ്റിയിലേക്കാണ് കേട്ടോ. മെക്സിക്കോ സിറ്റിയുടെ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇനി നേരെ മെട്രോയിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ കാണാം കേട്ടോ, ഒരുപാട് കടകൾ കാണാം. ഇനി ഈ ഒരു ഏരിയയിൽ കാണാം ഫുള്ള് നെയിൽ പോളിഷ് ചെയ്യുന്നത് കാണാം കേട്ടോ. അതിൻ്റെ ഒരു ഏരിയ ആണിത്. ഈ ഒരു ഏരിയയിൽ മൊത്തം ആൾക്കാർ നെയിൽ പോളിഷ് ചെയ്യാണ്. അതിൻ്റെ ഓരോരോ ഷോപ്പുകളാണുള്ളത്. നല്ല രസമുള്ള കുറേ കൗതുകമായിട്ടുള്ള ഉണ്ടോ, കയ്യിൻ്റെ ഉണ്ടോ, നല്ല രസമാണ്. കയ്യിൻ്റെ കുറേ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്യൂട്ടി പരിപാടികളൊക്കെയാണ്. നല്ല രസമാണ് കേട്ടോ. മൊത്തത്തിൽ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. കൈ ഫിനിഷ് ചെയ്യുക കാര്യങ്ങൾ നോക്കിയേ. സി ഡി ഷോപ്പുകളൊക്കെ, നമ്മളെ പഴയ സി ഡി ഷോപ്പുകൾ. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും കാണാം കുറേ കച്ചവടക്കാർ. ഇതുപോലത്തെ കുറേ തെരുവുകളുണ്ട് കേട്ടോ മെക്സിക്കോയിൽ. ഒരുപാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ തെരുവുകളുണ്ട്, നല്ല വൈബായിട്ട്. നമ്മൾ നേരെ പോകുന്നത് മെട്രോ കയറാനാണ്. മെട്രോ കയറിയിട്ട് നമ്മൾ നേരെ മെക്സിക്കോ സിറ്റിയിലേക്ക്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് മെട്രോൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് നേരെ ഒരു 5 സ്റ്റോപ്പാണ് ഇവിടുന്ന് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ നിയർ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. കാണാം ഇവിടെ സെൻട്രൽ പാർക്കിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കാണാം കേട്ടോ. അവിടെ നമ്മൾ നേരെ ഇത് കാണാനാണ് പോകുന്നത്. നമ്മളിപ്പോൾ നമ്മളെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സൈഡിൽ കാണാം കുറേ കച്ചവടക്കാരെ കാണാം. ഹാൻഡ് മെയ്ഡ് നല്ല പല പല ഐറ്റംസുകൾ കാണാം കേട്ടോ ഇവിടെ. ഭയങ്കര വൈഡ് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കാണാം കേട്ടോ അവിടെ. ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ ഇത് കണ്ടോ. അവർ ഈ മരിച്ചവരുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഈ അസ്ഥിക്കൂടം ഇതൊക്കെ ഉണ്ടാവും. നോക്കിയേ, ഈ ടൈപ്പ് ഓഫ് സാധനങ്ങൾ കുറേ ഉണ്ട്. ഇവർ അതിലൊക്കെ കുറേ വിശ്വസിക്കുന്ന, ബ്ലാക്ക് മാജിക്കിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് വെറൈറ്റി സാധനങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഈ കാണുന്നത് ജാഗ്വാറാണ് കേട്ടോ. ജാഗ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അതുപോലൊരു ആരാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മൃഗമാണ് ജാഗ്വാർ. അതേപോലെ അവരുടെ വാരിയേഴ്സിനൊക്കെ ജാഗ്വാറുമായിട്ടാണ് അവർ താരതമ്യം ചെയ്യുന്നത്. ഓക്കെ, ഒക്കെ ഉണ്ടാവും വൈഡ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ. കുറേ അസ്ഥിക്കൂടങ്ങളുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര കൾച്ചർ, പല പല അവർ ആൻഷ്യൻ കൾച്ചർ കുറേ ഫോളോ ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഈ മെക്സിക്കോക്കാർ. മെക്സിക്കോയിലെ കൂടുതൽ ആൾക്കാരും കത്തോലിക് വിഭാഗത്തിലുള്ള ക്രിസ്ത്യൻസാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ് ഈ കാണുന്നത് കേട്ടോ. എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുകയാണ്. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലെ വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സെൻട്രൽ പാർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ നേരെ ബാക്കിലാണ്.
അവിടെ വലിയൊരു മെക്സിക്കൻ പതാക ഉണ്ട്. അതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാം. ഭയങ്കര വൈബ് സ്ഥലമാണ് കേട്ടോ. എനിക്ക് ശരിക്ക് സ്പെയിനേക്കാളും പാരീസിനേക്കാളും ഒന്നുകൂടി ഇഷ്ടപ്പെട്ട സ്ഥലം ഈ ഒരു മെക്സിക്കോ ആണ്. ഭയങ്കര കൂളാണ്, ആൾക്കാരൊക്കെ ഭയങ്കര കൂള്. അതേപോലെ കുറേ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. കുറേ ആൻഷ്യൻ കൾച്ചർ, അവരുടേതായിട്ടുള്ള കുറേ സംഗതികളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാണാനും കേൾക്കാനും കഥ കേൾക്കാനും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും ഒരുപാട് സംഗതികളുള്ള ഒരു നാടാണ്. ഇതൊക്കെ കണ്ടോ, ഒരു സൗണ്ട് കേൾക്കുന്നത് കാണാം. അത് നമ്മൾ ഈ ശംഖിലൊക്കെ ഊതുന്ന പോലെ ഒരു സംഭവമാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ജാഗ്വർ, ഇങ്ങനത്തെ ഈ ജാഗ്വറിനൊക്കെ പോലത്തെ ഇതേപോലത്തെ സംഭവങ്ങൾ കാണുന്നുണ്ട് ഇവിടെ. അപ്പം അതിൻ്റെ ഉള്ളിലൂടെ അവരൊരു പ്രത്യേക രീതിയിൽ അത് മേക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത്. അത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മെക്സിക്കോയിലെ ഒരു ആദിവാസി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള നാറ്റീവ്സ് ആണ്, അവരുടെ പെർഫോമൻസ് ആണ്. നമ്മുടെ നാട്ടിലെ വൈദ്യമൊക്കെ ഇല്ലേ, അതേപോലെ കുറേ മരുന്നുകളൊക്കെ കാണുന്നുണ്ട്. ഈ ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പം തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാമെന്നുള്ളത്. ഇത് മെക്സിക്കോയുടെ ഒഫീഷ്യൽ ഒരു ഓപ്പൺ ഓഫ് ബസ് സർവീസാണ് കേട്ടോ. അതിൽ ഇതൊക്കെയാണ് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കണ്ടോ, ഇതിൽ ശരിക്കും മെക്സിക്കോ ഈ ഒരു റെസ്ലിങ്ങിന് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ശരിക്കും നമ്മളെ മിസ്റ്റീരിയോൻ്റെ ഈ ഒരു അതില്ലേ മുഖംമൂടി ഇട്ട് വരുന്ന അതൊക്കെ ശരിക്കും അതിൻ്റെ ഒരു ഒറിജിൻ ശരിക്കും മെക്സിക്കോ ആണ്. മെക്സിക്കോ സിറ്റിയിൽ അവർ അടിപൊളി ഒരു സെൻറ്റർ ഉണ്ട് ഈ ഒരു റെസ്ലിങ്ങിൻ്റെ, കാണാൻ പോകണം. അപ്പോൾ ഈ ഒരു പാക്കേജിൽ അതൊക്കെ ഉണ്ടെന്ന് പറയുന്നു കേട്ടോ. ഭയങ്കര അടിപൊളി സ്മെല്ലാണ് കേട്ടോ, ഭയങ്കര ഫീലാണ്. അപ്പം നമ്മളത് കഴിഞ്ഞിട്ടോ, നമ്മൾ ഒരു ഇത് ചെയ്ത് ഇത് അതിൽ കുറച്ച് ഇതൊക്കെ ആയിട്ടേ പരിപാടിയാണ്. 50 പെസോണ്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ നല്ല ഇങ്ങനെ ഒരു പിന്നെ കുറച്ച് നല്ല സ്മെല്ലും ഒരു പുകയും ഫീലിംഗാണ്. നല്ല അടിപൊളി സംഭവമാണ്. നൈസ്. നമ്മൾ നേരെ പോകുന്നത് സെൻട്രൽ പാർക്കിലേക്കാട്ടോ. നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മെക്സിക്കോൻ്റെ ഒരു അടിപൊളി പതാക കേട്ടോ. അടിപൊളി. Busca a Dios, busca aquel que te da la vida. El que te da la vida es Jesucristo. Jesucristo vino del cielo a la tierra, murió, resucitó y se fue para arriba. Cristo vino de arriba y para arriba se fue con un cuerpo físico, con un cuerpo de carne y hueso. El ser humano muere y se va de este mundo sin regreso. El único que regresó de la muerte a la vida es Jesucristo, porque Él es Dios. Lee la Biblia, escapa por tu alma.
ഇവിടെ ഈവനിങ് ആയിട്ടുണ്ട്. കാണാം ഫ്ലാഗൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ആകുമ്പോൾ ഫ്ലാഗ് താത്തും തോന്നുന്നുണ്ട്. ഇന്ന് വലിയ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഏതോ ബാൻഡിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. നമുക്ക് ഇവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്. ഇതിലൊന്നാണ് നമ്മളെ മ്യൂസിയം, ഒന്നും വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത വരവിൽ വിസിറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.